ഈ മുൻപ് ഒരു കാലത്തുമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ CPM-ൽ നിന്ന് ഒരു വൻ കൊഴിഞ്ഞുപോകൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ, നിരീക്ഷകരുൾപ്പെടെ നമ്മൾ ഈ സമീപ സമയത്ത് കണ്ടതാണിതെല്ലാം. മറ്റ് പാർട്ടികളിലൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമാണ്, കോൺഗ്രസിൽ നിന്നൊക്കെ ധാരാളം ഒഴിഞ്ഞുപോക്കലുണ്ട്. പക്ഷേ CPM-ൽ നിന്ന് അത്യപൂർവമാണ്. പക്ഷേ ഇക്കുറി അത് സംഭവിച്ചിരിക്കുന്നു. CPM ആരാ പോയത്? CPM-ൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ്. അയാളെ പാർട്ടിക്കാരനല്ല. ഇപ്പൊ ഈ നിരീക്ഷകന്മാരെന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക്, കൊല്ലത്തുള്ള ഒരു ഹസ്കർ പറഞ്ഞില്ല, നിരീക്ഷകന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്നെ SFI ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെ AISF ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ DYFI ഉണ്ട്, AYF ഉണ്ടാവും, CPM അങ്ങനെ ഏതോ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല ഈ ഒന്നാമത് പറഞ്ഞ കക്ഷി. അയാൾ പിണറായി വിജയൻ സർക്കാർ ആദ്യം വന്ന സമയത്ത് ആ സമയത്ത് മൂപ്പരുമായിട്ടുള്ള എന്തൊരു ബന്ധം അതൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അസ്കർ പോയ SFIക്കാരനാണ്. അസ്കർ പോയിരുന്നു. പക്ഷേ അസ്കർ കുറച്ച് കാലമായിട്ട് പാർട്ടിയായിട്ട് അസ്കറിൻ്റെ ഡിസ്കഷൻ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അസ്കർ അങ്ങനെ ചത്ത് പാർട്ടിനെ ആയിരിക്കുന്ന ഒരാളൊന്നല്ല. അസ്കറിന് എപ്പോഴും ഒരു വളരെ അവധാനതയോട് സാധ്യമായിട്ട് അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ഇപ്പോഴുള്ള ലൈനിനോട് അങ്ങനെ പൂർണ്ണമായി ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം BS-നോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ BS-ൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ, നല്ല ബോധമുള്ള ആളുകൾ, പക്ഷെ അവർ ഈ കാലഘട്ടത്തിൽ ചോദിച്ചവരല്ല. പല ഘട്ടങ്ങളായി പാർട്ടി വിട്ടുപോവുകയോ അല്ലെങ്കിൽ നിർജ്ജീവമാവുകയോ ചെയ്തിരുന്നു. അതാണ് അസ്കറിൻ്റെ കാര്യം. അദ്ദേഹം പോയത് മറ്റൊരു ഇടതുപക്ഷ പാർട്ടിയായ RSPയിലേക്കാണ്. ഓക്കെ, വേറെ ആരുള്ളത്? ശശിയുണ്ട്. ശശിനെ പറ്റി ശശിക്കെതിരെ ഒരു ആരോപണം വന്നു. അതിനെ പാർട്ടി അന്വേഷിച്ചു, ആ വിഷയത്തിൽ അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്നാലും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചിരുന്നു. നല്ല സ്വാധീനമുള്ള നേതാവാണ് അവിടെ. അത് പാർട്ടിയിലുള്ളപ്പോൾ, അതൊക്കെ ബക്കറ്റിലെ വെള്ളമാണ്. പാർട്ടിയിലുള്ളപ്പോൾ സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചില്ല, പകരം അദ്ദേഹം KTDC ചെയർമാനായി. KTDC ചെയർമാൻ നല്ല പോസ്റ്റാണ്, ഗ്രാമ പോസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് P ശശിനെ ഇങ്ങനെയുള്ള ആരോപണത്തിൻ്റെ പുറത്ത് മുമ്പ് പാർട്ടി ഇതേപോലെ ബ്രാഞ്ചിലേക്ക് തരം താത്തിയാണ്. P ശശി പാർട്ടിയുടെ അച്ചടക്കത്തിന് അനുരൂപമായ രീതിയിൽ പ്രവർത്തിക്കുകയും TP കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ പാർട്ടി അതേ വക്കീൽ കൂടിയാണ്. പാർട്ടിക്കാരായ പ്രതികൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരാവുകയും ഒരക്ഷരം പാർട്ടിക്കെതിരെ പുറത്തൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെ പാർട്ടി ദേശീയ അവരുടെ പാർട്ടി കോൺഗ്രസ് നടത്തിയ സമയത്ത് അത് ഏതാണ്ട് അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഘാടനം. ആ സമയത്ത് ശശിനെ ഏൽപ്പിക്കുകയും ശശി അത് വളരെ നല്ല രീതിയിൽ, ശശി നല്ല ഓർഗനൈസറാണ്, നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ അദ്ദേഹത്തിന് പാർട്ടിയോട് കാണിച്ചിട്ടുള്ള കൂറിനും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠകത്തിനും അദ്ദേഹം കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അദ്ദേഹത്തെ പറ്റി അതിൽ ആരോപണം വന്നിട്ടില്ല. കറക്റ്റ് ചെയ്യാൻ തയ്യാറായതിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണ് തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതി വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുമുണ്ട്. പിന്നെ ഏത് മഹാൻ വന്നു കഴിഞ്ഞാലും ആളുകൾ പിന്നെ കുത്തിത്തിരിപ്പും കുന്നായ്മയൊക്കെ പറഞ്ഞു വരുത്തും, അതിൽ കാര്യമൊന്നുമില്ല. അപ്പം ശശിയെ സംബന്ധിച്ചിടത്തോളം ശശി ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ല. അതുകൊണ്ടാണ് ശശി പിന്നെ കണ്ണൂരെ ശശീനെ പോലെ P ശശീനെ പോലെ പാർട്ടിക്ക് വിധേയനായി നിൽക്കാതെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്. പിന്നെ സുരേഷാണ്. സുരേഷിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സുരേഷ് BS-ൻ്റെ മാനസപുത്രനായിരുന്നു. പുത്രനല്ല, മാനസപുത്രനാണ്. അദ്ദേഹം ഈ BS ലൈനിൻ്റെ ആളായിരുന്നു. BS ലൈനിൽ ഈ കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ട ലൈനാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളാണ്. പക്ഷേ അന്നത്തെ ആ വിഭാഗീയതയിൽ അദ്ദേഹം കട്ടയ്ക്ക് BS-ൻ്റെ കൂടെ വന്നതുകൊണ്ട് ഇപ്പുറത്ത് അദ്ദേഹം അനവിധനാവുകയും അദ്ദേഹത്തിനെ തരം താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്ത പാർട്ടി ഇന്നില്ല. അദ്ദേഹം BS ലൈനിലുള്ള പാർട്ടി ആ പാർട്ടി ഇന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറച്ച് കാലമായിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷേ BS-ൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈസ് വെരി പോപ്പുലർ, പിന്നെ നാട്ടുകാരനുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരെ സമീപിച്ചു, അദ്ദേഹം മത്സരിക്കാം, അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം പഴയ ലൈനിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഇതൊന്നും CPM നേരിട്ട് പോയതല്ലല്ലോ. അപ്പോൾ അസ്കറോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇദ്ദേഹമോ അല്ലെങ്കിൽ ആരാണ് ശശിയോ, അദ്ദേഹം ഒരു പാർട്ടി മെമ്പർമാരാണ്. പിന്നെ ഐഷാപൂരി എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തും ഇതൊക്കെ വന്ന സമയത്ത്, പ്രദേശ ഗവൺമെൻറ്റൊക്കെ വന്ന സമയത്ത് CPM-നാണ് തൽക്കാലം മത്സരിപ്പിക്കാൻ പറ്റിയ സ്ത്രീകൾ പ്രവർത്തകരുള്ളത്. എന്നിട്ട് പോലും ആ പാർട്ടി പോലും അത്ര പ്രവർത്തകരില്ലായിരുന്നു. അപ്പോൾ ഐഷാപൂരി ഒരു പാർട്ടി സ്വാധീനമുള്ള കുടുംബത്തിൽ കൊള്ളപ്പെട്ട ആളായതുകൊണ്ട് അവരെ മത്സരിപ്പിക്കുന്നു, പഞ്ചായത്തിലൂടെ മത്സരിക്കുന്നു, അത് ജയിക്കുന്നു, ജില്ലാ പഞ്ചായത്തിൽ വരുന്നു, അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, അവരെ ബാലകൃഷ്ണപിള്ള സ്ഥാനത്തിന് മത്സരിപ്പിക്കുന്നു, അവർ ജയിക്കുന്നു. സത്യമാണ്, 3 തവണ അവർ ജയിച്ചില്ലേ. അത് കഴിഞ്ഞിട്ട് ബാലഗോപാലനെ പോലെയുള്ള ഒരാൾക്ക് ആ സീറ്റ് കൊടുക്കുന്നു. 3 തവണ ഐഷാപൂരിൻ്റെ സമയത്തൊക്കെ SFIയിലൊക്കെ വളരെ സജീവ സുകന്യ ചേച്ചിയൊക്കെ ഉണ്ട്. ആ ചേച്ചിയൊന്നും ഇവിടെ MLA മന്ത്രിയൊന്നും ആയിട്ടില്ല. അവർക്ക് എപ്പോഴും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അടി സുകന്യ ചേച്ചി കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, തിരുവനന്തപുരത്ത് രീതിയിൽ സുകന്യയില്ലേ. അപ്പം
ആയിഷ പോറ്റി താരതമ്യേന പാർലമെന്റ് രംഗത്ത് വളരെ പെട്ടെന്ന് കടന്നു വരികയും ഉയർത്തപ്പെടുകയും ശോഭിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അവരും ആ പാർട്ടിയോടുള്ള കൂറ എന്ന് അവർ കാണിക്കേണ്ടത്, അവർ കാണിച്ചില്ല. അപ്പോൾ അത് പാർട്ടിയുടെ കുഴപ്പമില്ലല്ലോ. ഇതൊന്നും തന്നെ പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കുന്നില്ല. പക്കാ പാർട്ടിക്കാരായ MP രാഘവൻ പണ്ട് പോയി, പാർട്ടിക്കല്ല കുഴപ്പമുണ്ട്. ഈ പാലക്കാടില്ലാതെ തന്നെ പലരും പോയിട്ടുണ്ട്. ഗൗരിയമ്മ പോയി, ഇത് പാർട്ടി. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി. അന്നത്തെ പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടി സംവിധാനമാണ്, ആ സംവിധാനത്തിന് കൂടെ ആളൊക്കെ. ഇന്നിപ്പോൾ അത്ര ഒരു പാർട്ടി സംവിധാനത്തിന്റെ പുറത്ത് ആളുകൾ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോയ ആളുകൾക്കൊന്നും അങ്ങനെ ഒരു കരിഷ്മയില്ല. ഇപ്പൊ ഒരാൾക്ക് ആ ശശിക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ആ ഏരിയയിൽ കുറച്ചെങ്കിലും സ്വാധീനമുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇങ്ങനെയുള്ള ഒരു കൂടുമാറ്റം പാർട്ടിക്ക് ദോഷം ചെയ്യത്തില്ലേ? അതൊന്നുമില്ല, അതൊന്നും ആളുകൾ നോക്കില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. P. ജയരാജൻ പോയാൽ അദ്ദേഹം പോയില്ല. അതേത് സ്വാധീനമുണ്ട്. P. ജയരാജൻ എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവല്ലേ? എന്റെ അതായത് എന്തൊക്കെ പറഞ്ഞാലും പാർട്ടി എന്തൊക്കെ ചെയ്താലും അദ്ദേഹം പോവില്ല പാർട്ടി. അതാണ് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പാർട്ടിയോടുള്ള കൂറ്. അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ പോകണം, അവരൊന്നും പോവുകയില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഇയാളാണ് കൃഷ്ണ പയ്യന്നൂർ നാള്. അദ്ദേഹം പക്ഷേ മറ്റു UDF പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റിനെ നിൽക്കുന്നതാണ്. MN വിജയന്റെ മകൻ അനിൽകുമാർ പാർട്ടി അനുഭാവിയായിരുന്നു. അതെ, അശോകൻ ചെരുവിലല്ലേ? അല്ല, ചെരുവിലല്ല, അനിൽകുമാർ. അശോകൻ ചെരുവിൽ CPM എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കിടക്കും. അതിട്ട് അനിൽകുമാർ PSCയുടെ വൈസ് ചെയർമാൻ അല്ലേ? അതെ, അനിൽകുമാർ. അനിൽകുമാറിന്റെ കാര്യം അല്ല, അനിൽകുമാർ ആണല്ലോ ആ പുസ്തകം ഏറ്റുവാങ്ങിയത് പയ്യന്നൂരിൽ. അല്ല, MN വിജയൻ മാഷ് പണ്ടേ പാർട്ടിക്ക് MN വിജയൻ മാഷ് നല്ല മനുഷ്യനായിരുന്നു. എനിക്ക് മാഷ് ബഹുമാനം കാണാം. പക്ഷേ അദ്ദേഹത്തെ നിലപാടുകൾ പാർട്ടിയുടെ ഒഫീഷ്യൽ ലൈനുമായിട്ട് ചേർന്ന് പോകുന്നില്ല. ഏത് വ്യക്തിയാണെങ്കിലും പാർട്ടിയുടെ ഒഫീഷ്യൽ ലൈനോട് ചേർന്ന് നിൽക്കാന്നുള്ള കമ്മ്യൂണിസ്റ്റ് രീതി, ആ രീതിയിൽ അദ്ദേഹം നിന്നിട്ടില്ല എന്നുള്ളത് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി തിരിച്ച് അതേ പേരെ മൗനം, അദ്ദേഹം പാർട്ടിക്കെതിരാണ് മത്സരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ UDFന്റെ സഹായത്തോടു കൂടി മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പാർട്ടി വിട്ടു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഇത് രണ്ട് ജനറേഷൻസ് തമ്മിലുള്ള ക്ലാഷാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ MLA ഒരു നമ്മുടെ ജനറേഷനിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം പഴയ ജനറേഷൻ. രണ്ട് ജനറേഷൻസ് തമ്മിലുള്ള ക്ലാഷും ചില പ്രശ്നങ്ങളുമാണ്. അതിലാകെപ്പാടെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള രണ്ടുപേരും. ഒന്ന് ശശിക്ക് കുറച്ച് വോട്ടുകൾ, ഒരു 10-20 വോട്ടുകൾ സ്വാധീനിക്കാൻ ചിലപ്പോൾ പറ്റുന്ന ആ ഏരിയയിൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആയിഷ പോറ്റിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ആയിഷ പോറ്റി അങ്ങനെ വലിയ കേട്ടറൊന്നുമല്ല. ഈ പാർട്ടി കേഡർ സംവിധാനത്തിലുള്ള ആളുകളാണ് ഈ ശശിയും ഈ നമ്മുടെ പയ്യന്നൂരുള്ള സഖാവൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകളെ സ്വാധീനിക്കാൻ ചിലപ്പം പറ്റും. 10-40 വോട്ടുകൾ സ്വാധീനം, അത്രയൊക്കെ ഉള്ളൂ. ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതല്ലാതെ നിയമസഭയിലൊന്നും അവിടെ 40,000 വോട്ടൊക്കെയാണ് ഈ പയ്യന്നൂർ ഭൂരിപക്ഷവും. അത് 20,000 വോട്ട് അദ്ദേഹം പിടിച്ചുണ്ടായാലും പാർട്ടി ഒരു എത്രയൊക്കെ 20,000 അല്ലേ? 20,000 വോട്ട് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഓക്കെ, എങ്കിൽ പോലും പാർട്ടി ഒരു 2,000-3,000 വോട്ടിനവിടെ ചെയ്യും. മനസ്സിലായി? 20,000 വോട്ട് ഇവിടുന്ന് പോകുമ്പോൾ 20,000 ഒരു സാരമല്ല പാർട്ടിക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതൊന്നും പാർട്ടിയെ ബാധിക്കില്ല. അങ്ങനെ ശേഷിയുള്ള ആരും ഇപ്പം പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല. അത് എല്ലാ സമയത്തും ഇലക്ഷൻ സമയത്ത് ആരെങ്കിലൊക്കെ അങ്ങോട്ട്, അത് കോൺഗ്രസിലാണ് പൊതുവെ കണ്ടിരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് കൂടുതൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുതിയ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. പുതിയ കാലഘട്ടത്തിന് പുതിയ പാർട്ടിയാണ്. അത് പഴയ ജനറേഷനിൽപ്പെട്ട പല ആളുകൾക്കും, പിന്നെ രാഷ്ട്രീയ വിഷാന്തഹികളായി വന്ന പല ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ നടക്കുകയില്ല. അതിലാദ്യം പറഞ്ഞ ആളുകളോട്, പഴയ കാലഘട്ടത്തിൽപ്പെട്ട ആളുകൾ എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം അവരൊരു എത്തിക്സിന് വേണ്ടി എല്ലാം ഉള്ള ആളുകളാണ്. പാർട്ടിയുടെ നല്ല കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി എന്തിന് തയ്യാറായി നിന്ന ആളുകളാണ്, മരിക്കാൻ തയ്യാറായി നിന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് പുതിയ സാഹചര്യം ഒത്തുപോകാൻ പറ്റില്ല, ഓഫ് കോഴ്സ്. അപ്പോൾ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നിടത്ത് അദ്ദേഹം ഒരു പോട്ടെ. പിന്നെ വിഷാന്തഹികളായി വന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അവർക്ക് അവരുടെ കാര്യം ഇവിടെ നടക്കാത്തതുകൊണ്ട് അവർ വേറെ ഇങ്ങോട്ടും പോയി, അവിടെ പോയിട്ട് അവരത് തന്നെ കാണിക്കും. അത്രയേ ഉള്ളൂ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാർട്ടിയെ ബാധിക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.